السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. പള്ളിയിൽ പാലിക്കേണ്ടുന്ന അദബുകളെ സംബന്ധിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇമാം അബൂദാവൂദ്, ഇമാം അഹ്മദ് തുടങ്ങിയ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചത്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇത്തികാഫിരിക്കുക. ആ സമയത്ത് മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പള്ളിയിൽ വന്നുകൊണ്ട് അവർ ഖുർആൻ ഓതുന്നു. പക്ഷേ ഖുർആൻ ഓതുമ്പോൾ അല്പം ഒച്ചത്തിലാണ് അവർ ഖുർആൻ ഓതുന്നത്. ഇങ്ങനെ ശബ്ദമുയർത്തി ഖുർആൻ ഓതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുന്ന് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അലാ ഇന്ന കുല്ലുക്കും മുനാജി റബ്ബഹു ഫലാ യുദീന ബഅദുക്കും ബഅദ. നിങ്ങൾ രക്ഷിതാവിനോടാണ് സംഭാഷണം നടത്തുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങൾ സൃഷ്ടിക്കരുത്. ഒച്ചത്തിൽ ഖുർആൻ ഓതുമ്പോൾ മറ്റുള്ളവർക്കത് ശല്യമാകും. മറ്റുള്ള പലരും ഖുർആൻ ഓതുന്നവരുണ്ടാകും, നിസ്കരിക്കുന്നവരുണ്ടാകും, ദിക്ർ ചൊല്ലുന്നവരുണ്ടാകും, ദുആ ചെയ്യുന്നവരുണ്ടാകും. പള്ളിയാകുമ്പോൾ അങ്ങനെ ഇത്തരം ആരാധനകൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒച്ചത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്കത് ശല്യമായി തീരും. ആ ഒരു രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ ഒച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. വലാ യർഫഉ ബഅദുക്കും വലാ ബഅദ്. നിങ്ങൾ പരസ്പരം ഉറക്കെ ഖുർആൻ ഓതി മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രൂപത്തിൽ ഒരിക്കലും ആകാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുക. അപ്പോൾ ഖുർആൻ തന്നെ ഒച്ചത്തിൽ ഓതിയിട്ട് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാൻ പാടില്ല എങ്കിൽ ഖുർആനല്ലാത്ത ഭൗതിക സംസാരം, അതുപോലെ തന്നെ ചില ആളുകളെങ്കിലും മൊബൈലിലും മറ്റുമൊക്കെ ഈ ഖുർആനും അല്ലെങ്കിൽ വഅദുമൊക്കെ ഒച്ചത്തിൽ വെച്ചുകൊണ്ട് കേൾക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ പള്ളികളിലും മറ്റുമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മറ്റുള്ളവർക്കത് പ്രയാസം സൃഷ്ടിക്കുമെങ്കിൽ അത് പാടില്ല എന്ന് വളരെ കർശനമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ നിസ്കാരത്തിൽ നിങ്ങൾ ഒരിക്കലും ഉറക്കത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല. അഥവാ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ, ഒറ്റക്കായിട്ടുമൊക്കെ നിസ്കരിക്കപ്പെടുമ്പോൾ ഉറക്ക ഓതൽ കാരണം, ആ ഒച്ചത്തിൽ നിസ്കരിക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് ശല്യമായി തീരുന്ന രൂപത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും നിർവഹിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്, മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്ന് ഇമാമുന ഷാഫിഈ, ഇമാമുൻ നവവി തുടങ്ങിയിട്ടുള്ള പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഉറക്ക ഖുർആൻ ഓതുക, മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രൂപത്തിൽ ഉള്ള ദിക്റുകൾ ചൊല്ലുക, ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് ഈ ഹദീസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയുടെ അദബുകൾ അത് നാം വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയതനുസരിച്ച് പള്ളിയോട് നാം ആ രൂപത്തിൽ പെരുമാറണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിൽ നമ്മുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ അമാലുകൾ ചെയ്യാനുള്ള വലിയൊരു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.